ശ്രീ ജോസഫ് സി മാത്യുവിലേക്ക് കൊണ്ടുപോകാം. ശ്രീ ജോസഫ് സി മാത്യു, സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വരുന്ന പാളിച്ചകൾ ഇപ്പോൾ താങ്കൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ട് കാണുമല്ലോ. 1458 സർക്കാർ സർവീസിലുള്ള ആളുകൾ ഈ പെൻഷൻ വാങ്ങുന്നു. മാത്രമല്ല കോട്ടാങ്ങലിൽ ആഭ്യന്തര പരിശോധനയിൽ തന്നെ ബോധ്യപ്പെടുന്നു BMW കാറുള്ള ആളുകൾക്ക്, വിദേശത്ത് മക്കളോടൊപ്പം ജീവിക്കുന്ന ആളുകൾക്ക് വരെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുകയാണ്. അടിമുടി അനാസ്ഥയും ക്രമക്കേടുമാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ജോസഫ് സി മാത്യു? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇതില് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കൾച്ചറലായിട്ടുള്ള ഒരു വിഷയം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പൊ വിദേശത്തൊക്കെ ഉള്ള, പ്രത്യേകിച്ച് US ഉള്ള പലര് ഈ അവിടുത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊരു തെറ്റ് അവർ കാണുന്നില്ല. അത് ഒരു വിദേശ രാജ്യമായതുകൊണ്ട് നമ്മളും അതിനെ അങ്ങനെ കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംസ്കാരം ഇവിടെ നേരത്തെ തന്നെ ഉണ്ട്. അത് ഒരു കാര്യം. രണ്ടാമത്, ഉദ്യോഗസ്ഥർ ചെയ്യുന്നതും ആ ഉദ്യോഗസ്ഥർക്ക് ചെയ്യണമെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ ഈ കേരളത്തിലെ ഏതാണ്ട് എല്ലാ വില്ലേജ് ഓഫീസർമാരും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ കാരണം ഈ 1400 ഒന്നും അല്ല. വർഷങ്ങൾക്ക് മുമ്പ് C&AG ഏതാണ്ട് 10,000-ഓളം ആൾക്കാർ വാങ്ങുന്നുണ്ട് എന്ന് റിപ്പോർട്ടിലൂടെ ചൂണ്ടിക്കാണിച്ചതാണ്. അതിനുശേഷവും ഈ അനാസ്ഥ തുടരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ ഗ്ലെയറിംഗ് ആയിട്ട് 2400 ചില്ലാനോ ആൾക്കാരുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഈ വിവരങ്ങൾ പുറത്തുവിടില്ല എന്ന് പറയുന്നതോ അവരെ സർവീസിൽ നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണമോ ഒന്നും ന്യായയുക്തമല്ല. അടിയന്തരമായി അന്വേഷണ വിധേയമായി അവരെ സസ്പെൻഡ് ചെയ്യുകയും അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത വില്ലേജ് ഓഫീസർമാരെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത ശേഷം ഉള്ള അന്വേഷണത്തിൽ മാത്രമേ കാര്യമുള്ളൂ. അങ്ങനെ വന്നാൽ ബാക്കിയുള്ളത് ഉടൻ പുറത്തു വരും. അല്ലെങ്കിൽ ഇത് മൂടി വെക്കാനുള്ള അന്വേഷണമായിരിക്കും. കാര്യം ഇത് സർക്കാർ സർവീസിൽ കേരളത്തിലുടനീളം വ്യാപിച്ചു നിൽക്കുന്ന ഒരു അഴിമതിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് ഇത് മതിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജോസഫ് സി മാത്യു, ഈ വാർത്ത വന്നപ്പോൾ, അതായത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടിൽ ധനവകുപ്പ് കടുത്ത നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു വാർത്ത ഇന്ന് വരുന്നു. അതിൽ കോട്ടക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നൽകിയിരിക്കുകയാണ്. ഈ നഗരസഭയിലെ ക്രമക്കേട്, അത് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണമാണല്ലോ അതിന്റെ പരിധിയിൽ വരിക. അങ്ങനെയുള്ള ഒരു നിർദ്ദേശം മന്ത്രി നൽകുന്നു. പക്ഷേ 1458 പേർ, താങ്കൾ പറഞ്ഞതുപോലെ അതിലധികമാകാനുള്ള സാധ്യതയുള്ളൂ, അതിൽ 1458 എന്നൊരു കണക്ക് പറയേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷെ അതിന്മേലുള്ള ഒരു അന്വേഷണത്തിലേക്കൊന്നും പോകുന്നതായി ഒരു പ്രഖ്യാപനവും കാണുന്നില്ലല്ലോ. അവിടെ ഈ പലിശയും പെൻഷനും തിരിച്ചു പിടിക്കുക, ഉദ്യോഗസ്ഥരാരാണ് എന്ന് കണ്ടെത്തുക, എന്നിട്ട് നടപടിയെടുക്കുക, അങ്ങനെ അങ്ങ് പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് ഒതുക്കുകയാണ് എന്ന് വേണ്ടേ കരുതാൻ ശ്രീ ജോസഫ് സി മാത്യു? സുജയ, എനിക്ക് എന്റെ വിചാരം 2 വർഷം മുമ്പുള്ള C&AG റിപ്പോർട്ട് എന്നാണ്. അത് പരിശോധിക്കണം. 9,000-ന് മുകളിൽ ആൾക്കാരുടെ കണക്കാണ് C&AG ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അവർ നടത്തുന്ന ഒരു പരിശോധന എന്ന് പറയുന്നത് അത്ര വിപുലമല്ല. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് പവറുള്ള ഒരു ഏജൻസി അല്ല, അക്കൗണ്ടിങ് ആണ് ചെയ്യുന്നത്. പക്ഷേ ഈ അക്കൗണ്ടിങ്ങിലൂടെ തന്നെ 9,000-ലധികം ഉദ്യോഗസ്ഥര് ഇത് ഇങ്ങനെ അനധികൃതമായി പറ്റുന്നതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അത് വർദ്ധിക്കാനേ ഇടയുള്ളൂ. കാര്യം അതിന്മേൽ നടപടി ഇല്ലാതെ നിൽക്കുന്നത് കൊണ്ട് വർദ്ധിക്കാനേ ഇടയുള്ളൂ. പോട്ടെ, 1400 എന്ന് തിരിച്ചറിഞ്ഞ്, വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ ദിവസം ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള സെഗ്രിഗേഷൻ കാണിക്കുന്ന കണ്ടു. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് സർക്കാരിന്റെ പക്കൽ വിവരങ്ങളുണ്ട്. പക്ഷെ ഇവര് മാത്രമല്ല, ഇവർക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ഉൾപ്പെട്ടിരിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ ഈ ഉദ്യോഗസ്ഥരിൽ വില്ലേജ് ഓഫീസർമാരല്ലാത്തവർക്കെല്ലാം ഒരു 2 പ്രതികളുണ്ട്, ഒരു പ്രതിയല്ല. അതെ, ഒന്നിലധികം പ്രതികളുണ്ട്. അപ്പൊ ഇതിന്മേൽ ശക്തമായ നടപടി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ പേര്, വിവരം രഹസ്യമായി വെക്കേണ്ട ബാധ്യത എന്താണ് ഗവൺമെന്റിനുള്ളത്? അവിടെയാണ് ഭരണാനുകൂല സംഘടനയിലും പ്രതിപക്ഷ സംഘടനകളിലും പെട്ട ആളുകളുടെ സമ്മർദ്ദം എന്ന ഒരു ഘടകം നിൽക്കുന്നത്. ശ്രീ ജോസഫ് സി മാത്യു, അങ്ങേക്ക് അത് നേരിട്ട് അറിയാവുന്നതല്ലേ? ആ സമ്മർദ്ദത്തിന് വിധേയരാകുകയാണ് മന്ത്രിയെങ്കിൽ മന്ത്രി രാജിവെച്ച് വീട്ടിൽ പോകണം. പ്രീതിയോ വിദ്വേഷമോ ഇല്ലാതെ ഭരിക്കാവുന്ന കുന്തവും കുടച്ചക്കോ ആണെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്തിട്ടല്ലേ കയറിയിരിക്കുന്നത്. ഇവരെ ആരെയാണ് ഭയക്കുന്നത്? ഇത് പോയില്ലെങ്കിൽ ഞങ്ങൾ കോടതി പോകേണ്ടി വരും. പൊതുജനം തീർച്ചയായിട്ടും കോടതി പോകും. ഇതുവരെ ആ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല. 1458 1458 ആ ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. ഇതിൽ സുജയയ്ക്ക് സംശയമുണ്ടോ? ഒരാഴ്ചയ്ക്ക് അത് നമ്മുടെ കോടതിയിൽ കേസ് വരും. ഇത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന സർക്കാരിനാണ്. വാർത്ത വന്ന സ്ഥിതിക്ക് ഇനി ഇത് മൂടി വെക്കാൻ അറിയില്ല എന്ന് മൂടി വെക്കാൻ കഴിയില്ല എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന സർക്കാരിനാണ്. അപ്പൊ കോടതിയിൽ ചെല്ലുമ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന് പറഞ്ഞാൽ മാത്രമേ കോടതി അത് ഹർജി സ്വീകരിക്കാതെ വിടത്തുള്ളൂ. അതുകൊണ്ട് ഈ അന്വേഷണ പ്രഖ്യാപനം പോലും ഒരു പാച്ചിങ് അപ്പിന്റെ ഭാഗമാണെന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലെങ്കിൽ
അവർ ചെയ്യേണ്ടത് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം. ബാക്കി ഇപ്പോ അവരെ തൂക്കിക്കൊല്ലണം അതല്ല, ഇപ്പോൾ ലീഗ് ഭരിക്കുന്ന കേട്ടിട്ടുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, മുസ്ലിം ലീഗാണ് കോട്ടാങ്ങൽ നഗരസഭ ഭരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ മാത്രം ഒരു അന്വേഷണം. അപ്പോൾ വിവിധ വകുപ്പുകളിലായി ഏറ്റവും കൂടുതൽ ഈ അനർഹരായ ആളുകൾ പെൻഷൻ വാങ്ങുന്നത് ആരോഗ്യ വകുപ്പിലാണ്. എല്ലാ വകുപ്പുകളിലും പെട്ടിട്ടുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിലുണ്ട്, എല്ലാ വകുപ്പുകളിലുമുള്ള ആളുകൾ ആയുർവേദത്തിലുണ്ട്. അങ്ങനെ എല്ലായിടത്തും ഈ ആളുകളുണ്ട്. ഈ 1458 പേരുടെ പേര് വിവരങ്ങൾ പുറത്തു വരുന്നതിനെ ആരാണ് ഭയക്കുന്നത്? അത് വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ 1500 പേരുടെ പേര് പുറത്തു വന്നേ മതിയാകൂ. അത് മൂടി വെക്കാനൊന്നും ഗവൺമെന്റിന് കഴിയില്ല. ഇവരിപ്പൊ ചെയ്യുന്നത് കോടതിയിൽ നിന്ന് ഇത് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്, അന്വേഷണത്തിന് ശേഷം എന്നൊക്കെ പറയാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ കോടതി അതിൽ തീർച്ചയായിട്ടും ഇടപെടും. ഇത് 1600 രൂപയുടെ കാര്യം ആയതുകൊണ്ടും ഇത് നേരത്തെ നമ്മൾ പറയുന്നത് പോലെ വളരെ സാധാരണക്കാർക്ക് ജീവിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു തുകയായതുകൊണ്ട് ഇതിന് പാരലൽ ഇല്ല. അത് ഞാൻ സമ്മതിക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഒരുപാട് പേര് നമ്മുടെ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥര്, പെൻഷൻ പറ്റുന്നവര്, ഉയർന്ന ലക്ഷങ്ങൾ പെൻഷൻ പറ്റുന്നവര്, അവർക്ക് ശമ്പളവും കൂടി അതിന്റെ മുകളിൽ പറ്റാൻ വേണ്ടി അവര് വേറെ പ്രത്യേക ഓർഡർ ഇറക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് താഴോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. IAS ഉദ്യോഗസ്ഥരാണ്, റിട്ടയർ ചെയ്ത IAS ഉദ്യോഗസ്ഥർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു വക മാറ്റിയ തുകയിൽ നിന്ന് എടുത്തത് കൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ അതിലും എത്രയോ വലിയ കൊള്ളയാണ് മറ്റേ നടക്കുന്നത്. അപ്പൊ ഇത് ഒന്നോ രണ്ടോ അല്ല. പക്ഷെ ഇതിനോട് ജനം പ്രതികരിച്ചേ മതിയാവും. ഇന്നലെ ജനം പ്രതികരിക്കും. കാരണം സാധാരണക്കാരന്റെ, പാവപ്പെട്ടവന്റെ, അവന് മരുന്ന് വാങ്ങിക്കാനും വീട്ടിലെ ചിലവ് നടത്താനും ഒക്കെ ഉപയോഗിക്കേണ്ട, അവർക്കായി നൽകുന്ന ഒരു സാമൂഹിക ക്ഷേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്ഷേമത്തിനുള്ളതാണ്. അത് ഈ പറയുന്ന വലിയ ശമ്പളം കിട്ടുന്ന ആളുകൾ, ഇരുനില വീടും 3-4 കാറും ഒക്കെയുള്ള ആളുകൾ ഈ പെൻഷൻ വാങ്ങുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായാലും അത് ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ ശ്രീ ജോസഫ് സി മാത്യു. ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല. ഒന്ന്, ഈ വകമാറ്റിയ തുകയിൽ നിന്ന് എടുക്കുന്നതും ന്യായീകരിക്കാൻ കഴിയില്ല. ഇത് കൊടുക്കാൻ കഴിയില്ല. ഇപ്പൊ നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കേന്ദ്രം തരുന്നു. ഏറ്റവും അധികം നൽകിയത് കേരളത്തിലാണ്. എന്തുകൊണ്ടാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് തരുന്നത്? ശമ്പളവും പെൻഷനും കൊടുക്കാനായിട്ട് നമ്മൾ വായ്പ എടുക്കേണ്ടി വരുന്നതിന് ഒരു അധിക സഹായമായിട്ട് തരിക. എന്നിട്ട് ശമ്പളവും പെൻഷനും കൊടുക്കുന്നുണ്ടോ? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നുണ്ടോ? അത് കൊടുക്കാനില്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ഏത് ഇത്തരം ദൂർത്തുകൾക്കും ഒന്നിനും ന്യായീകരണമില്ല. അപ്പോഴാണ് ഇത് വക മാറ്റിയ തുകയിൽ നിന്ന് ഇവർ എടുത്തുകൊണ്ട് പോകുന്നത്. ഞാൻ പിച്ചച്ചട്ടിയിൽ നിന്നുള്ള പദം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് പറയാത്തതാണ്. പക്ഷെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് അത് ചെയ്യുകയും അത് ചൂണ്ടിക്കാണിച്ചു, C&AG ചൂണ്ടിക്കാണിച്ചു. അപ്പൊ C&AGയെ ചീത്ത വിളിക്കലാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഹോബി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അക്കൗണ്ടിങ് മാത്രം നടത്തുന്ന ഏജൻസി അങ്ങനെ പെരിഫറലായിട്ട് നടത്തിയ ഒരു പരിശോധനയിലൂടെ അത് ചൂണ്ടിക്കാണിച്ച് ഏതാണ്ട് 9000-ന് മുകളിലുണ്ടെന്ന് പറഞ്ഞിട്ട് 3 വർഷം കഴിയുമ്പോൾ 1400 പേരുടെ പട്ടികയുമായിട്ട് വരിക. ഇനിയും അതിനെ പെൻഡിങ് വെക്കുക. അടിയന്തരമായി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക, പേര് വെളിപ്പെടുത്തുക. പേര് വെളിപ്പെടുത്തിയ ശേഷം അവർക്ക് ബൂളിയനല്ലേ, അവർക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ എത്ര സെക്കൻഡ് വേണം? ആ പട്ടികയൊക്കെ കയ്യിലുള്ളത് പുറത്തുവിടണമെന്നാണ് ശ്രീ ജോസഫ് സി മാത്യു ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ നന്ദി പ്രതികരിച്ചതിന് ശ്രീ ജോസഫ് സി മാത്യു.